ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിത് കുട്ടനെ ഉണ്ടാക്കി വെച്ചിട്ട് ഇന്നിപ്പോ ഏകദേശം 18-19 ദിവസമായി. സത്യം പറഞ്ഞ 18-19 അല്ല, 21 ദിവസമായി. സത്യം പറഞ്ഞാൽ ഞാനവനൊരു 16-ാമത്തെ ദിവസം പൊട്ടിക്കാൻ ഇരുന്നതാ. സമയം, സന്ദർഭവും സാഹചര്യവും മൂലം 16-ാമത്തെ ദിവസം എനിക്ക് ഉണ്ടാക്കാൻ പറ്റാൻ സാധിക്കാതെ പോയി. അതുകൊണ്ട് പ്ലാൻ നീട്ടി വെച്ചു. ഇന്നിപ്പോ എനിക്ക് നമ്മുടെ കുക്കറിൽ ഉണ്ടാക്കാനിരുന്നതാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമുക്കൊന്ന് ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനമുള്ള സ്ഥിതിക്ക് ഇതൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. എനിക്കതൊന്ന് ഇന്ന് ഒത്തിരി സത്യം പറഞ്ഞാൽ ഒത്തിരി പറയാനുള്ള മൈൻഡ് സെറ്റും ഇല്ല. എന്നാ മൈൻഡ് ഇപ്പൊ പയ്യെ റെഡിയായി വരും കേട്ടോ. വാറ്റല്ലേ സാധനം ഉണ്ടാക്കുമ്പോൾ തന്നെ മൈൻഡൊക്കെ റെഡിയായി വരും. പക്ഷെ നിലവിൽ തുടക്കത്തിൽ എനിക്ക് വലിയ മൈൻഡൊന്നുമില്ല. അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം, പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ, സോ 11 ആണ് നമ്മുടെ കുട്ടൻ. ഇതിന്റെ അകത്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. ഇത് സത്യം പറഞ്ഞാൽ പാക്കേജ് ഒക്കെ ഞാൻ വേറെ മൈൻഡിലായിരുന്നുകൊണ്ട് അറിയാതെ അങ്ങ് പൊട്ടിച്ചു, വ്ളോഗ് എടുക്കാൻ മറന്നു തന്നെ പോയി. ഇതിന്റെ പാക്കേജിൽ വന്നത് 2 പൈപ്പ് ഉണ്ട്, പുസ്തകമുണ്ട്, എല്ലാം പുറത്തിറക്കട്ടെ, എല്ലാം പുറത്തിറക്കട്ടെ. ടെക്നോളജി നമ്മുടെ പരിപാടിയാണല്ലോ, സ്ഥിരം പരിപാടി. ഓക്കെ, നമുക്കപ്പോ പരിപാടികളിലേക്ക് കിടക്കാം. എന്താണ് ഇനി വലിയ കഥ പറച്ചിലും പരിപാടികളും ഒന്നുമില്ല, നേരെ കാര്യത്തിലേക്ക് കിടക്കാം. സോ മാനുവൽ തുറക്കുക ഞാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ്, യെസ്, നമ്മളിപ്പോൾ നമ്മുടെ പരിപാടികളിലേക്ക് കിടക്കുക. ഇവിടെ സമയം ഇപ്പോൾ 12:30 ഇത് എപ്പോഴാണ് ഉണ്ടാക്കി തീരാൻ പോണേ എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്താണെങ്കിലും നമ്മുടെ സംവിധാനം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് സംവിധാനം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഐസ് വെള്ളം ഒഴിക്കും. ഐസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഇതിനകത്തേക്ക് നമ്മൾ ഇത് ഒഴിച്ച് കഴിഞ്ഞ് കത്തിക്കാൻ വെക്കും. കത്തിക്കാൻ വെച്ച് കഴിഞ്ഞ് അത് നീരാവിയായി കഴിഞ്ഞ് നീരാവിയായിട്ടുള്ള വെള്ളം നമ്മൾ കൂളാക്കി കഴിഞ്ഞ് ആ കൂളായ സാധനം നമ്മൾ വാറ്റായിട്ട് നമ്മൾ ശേഖരിക്കുന്നതാണ് പരിപാടി. അപ്പം എന്നാൽ പിന്നെ പരിപാടികളിലേക്ക് കിടക്കാം. ആരംഭിക്കാണ്ടാ, ഞാനൊന്ന് ഇവിടെ വെക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ആരംഭിക്കാണ്ടാ. കേൾക്കാം. ഞാൻ ഇതിനിടയ്ക്ക് എന്റെ വേണ്ടപ്പെട്ട 1-2 സുഹൃത്തുക്കളെന്ന് വിളിച്ചോട്ടെ. 1-2 സുഹൃത്തുക്കളെ വിളിക്കാം, 1-2 പേരെ വിളിച്ചേക്കാം. അതെ, ഒന്നുമില്ല, ഞാനാണെങ്കിൽ വിളിച്ചേക്കാന്ന് ഓർത്ത് ആരംഭിക്കാൻ പോവാ. അതേ വാറ്റുണ്ടാക്കാൻ പോവാ. എനിക്കൊന്നും കേക്കാൻ പറ്റുന്നില്ലല്ലോ. കേക്കാൻ മേലേ? അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ നാട്ടിലില്ലല്ലോ. പുള്ളി ട്രെയിനിലാട്ടോ. ഞാൻ ഇവിടെ വ്ളോഗ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. സോ പുള്ളി ട്രെയിനിലിരിക്കും. അപ്പൊ ഞാൻ ഒന്നുമില്ല, മാത്യസ ഉറക്കം കളയാൻ വിളിച്ചല്ല. ഞാനാണെങ്കിൽ വാച്ച് ഉണ്ടാക്കാൻ തുടങ്ങാൻ പോ. പൈസയായിട്ട് നിങ്ങളൊന്ന് വിളിച്ചിട്ട് തുടങ്ങാന്ന് ഓർത്തോ. വരട്ടെ. താങ്ക് യു. അനുഗ്രഹിക്കൂ. അപ്പൊ ഞാൻ വിളിക്കാൻ പോട്ടോ, ആരംഭിക്കും കേട്ടോ. എന്നാലും ആരംഭിക്കാൻ തീരുമാനിച്ചു, ആരംഭിക്കാൻ പോവുകയാണ്. ഐസ് വെള്ളമൊക്കെ സെറ്റ് ചെയ്യണം. ഇനി ഞാൻ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്, എനിക്ക് അറിയത്തില്ല. ഞാൻ ഒഴിക്കാൻ പോകുന്നതാണല്ലോ. കാണുമ്പോ തന്നെ ഒരു സന്തോഷം. 3 കാലുണ്ട്, 11 ലിറ്റർ ഉണ്ട്. അതില മൊത്തം ഒന്നും കിട്ടുന്നില്ല. എനിക്കറിയത്തില്ല,
സ്ട്രെങ്ത് തീരുന്നതിനനുസരിച്ച് ഞാൻ നിർത്തും. അതിന്റെ കട്ടി കുറയുന്നതിനനുസരിച്ച് ഞാൻ പരിപാടി നിർത്തും. മാറ്റി മാറ്റി വരുമ്പോഴേ. ഓക്കെ, അപ്പൊ പാക്കണം, വിളിക്കാന്നാ. നടക്കട്ടെ. ട്രെയിനിലായാലും അറിഞ്ഞാലും എനിക്ക് കോപ്പാ. ഞാൻ അമേരിക്കയിലാ, നാട്ടിലില്ലെന്ന്. അല്ല, കേൾക്കുന്നവരുണ്ടെ പറഞ്ഞാൽ ആരും എന്നെ കൊണ്ട് പിടിപ്പിക്കണ്ട, ഞാൻ പുള്ളി നാട്ടിലില്ലെന്ന് പറഞ്ഞേരെ. അപ്പൊ എന്താണ് ആരംഭിക്കാൻ പോവാ. ഓക്കെ, അപ്പൊ പാക്കണം. കട്ട് ചെയ്ത് പോയാ അപ്പോഴേക്കും ഒരു ബൈബൈ പറയാൻ പോലും സമ്മതിച്ചിട്ടുണ്ടോ പുള്ളി. ഓക്കെ, അപ്പോ നമ്മള് സാധനം ഇതൊന്ന് കാണിക്കണ്ടേ. എനിക്ക് ഇതാണ് വ്ളോഗ് എടുത്ത് ശീലമില്ലാത്തതുകൊണ്ടേ, അതുകൊണ്ടാട്ടോ ഒന്നും തോന്നരുതേ. ഇതാണ് നമ്മളിനി അടച്ചു വെച്ചു. ഓക്കെ, എന്താണ് സാധനം നമ്മൾ ഐശ്വര്യമായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം പരിപാടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇത് നമുക്ക് മാറ്റാനായിട്ടൊരു സംവിധാനം വേണമല്ലോ. ഏത് കുപ്പിയിലേക്ക് ഒഴിക്കും നമ്മൾ. സോ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ആദ്യമായിട്ടോ തന്നെ സ്വന്തമായി വാറ്റുന്നത്, ഒറ്റയ്ക്ക് നിന്ന് വാറ്റുന്നത് ആദ്യമായിട്ടോ. ഒറ്റയ്ക്ക് നിന്ന് വാറ്റിയിട്ടൊന്നുമില്ല, അത്ര പ്രോ ഒന്നുമല്ല. അതൊക്കെ പറയാം കേട്ടോ. നമുക്ക് ചെറു പ്രായക്കാരെ പഠിച്ചു വരുന്നതേ ഉള്ളൂ, ശിശുക്കള്. പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, വന്ന പ്രോഡക്റ്റ് ശിശുവിടെ പ്രോഡക്റ്റ് ഒന്നും ആയിരിക്കില്ല, 9 സാധനമായിരിക്കും. ആ കാര്യത്തിൽ നമ്മൾ മച്ചാ കോൺഫിഡൻ്റാണ്. എടാ മാനെ, ആ കാര്യത്തിൽ കട്ട കോൺഫിഡൻസാണ്. വന്ന പ്രോഡക്റ്റ് 1 സാധനമായിരിക്കും. ഓക്കെ, 2-3 ഒരു ബാച്ച് സാധനം ഇച്ചിരി മിക്സായി പോയിട്ട് അലമ്പായി പോയി. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ച് ചാടിക്കൊണ്ടിരിക്കണം. ആദ്യത്തെ ബാച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നത്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സെറ്റ് ഒഴിക്കുമ്പോൾ ഞാൻ അതോടെ കയറ്റി വെച്ചിട്ട് ഒഴിക്കത്തുണ്ടാവുള്ളൂ. സോ ഇതിൻ്റെ പവർ വേണം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് വെള്ളം ഉണ്ടായിരുന്നു അവിടെ. സോ അത്യാവശ്യം പവറുണ്ടോ. ഇത് പൊളിക്ക് ഞാൻ. ഓക്കെ, ഞാൻ പോയി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. സ്വാമിയെ ശരണയ്യപ്പ. മറന്നു ഓരോ കാര്യത്തിൻ്റെ പുറകെ പോയി ഓരോ കാര്യം മറന്നു പോവാ. സീനാണ് മോനെ. എന്തായാലും നമ്മുടെ വാറ്റിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രോസസ്സ്. കൊള്ളാം, പരിപാടി കൊള്ളാം മച്ചാനെ, പരിപാടി കൊള്ളാം. ഞാൻ ഉണ്ടാക്കിയ എന്റെ വാറ്റ് ഞാൻ രുചിച്ചു നോക്കാൻ പോകുകയാണ് മച്ചാന്മാരെ. ഓ, എന്തൊരു സന്തോഷം. ഒറ്റയ്ക്ക് ഓരോ സൈക്കോ പരിപാടികൾ കാണിച്ചോണ്ടിരിക്കുക. ആരുമില്ല. അട്ടപ്പാരം 3 മണി 2 മണി നേരത്തെ ഒറ്റയ്ക്ക് പൂക്കേടുകളെ. എന്ത് രസം. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പരിപാടി പിടിക്കണം. എന്തൊരു മണമുണ്ട്. ഓ എൻ്റെ അമ്മോ. നല്ല കത്തലുണ്ട്. മോനെ നല്ല കത്തലുണ്ട് കേട്ടോ. എന്റെ അമ്മച്ചി ഇത് സീൻ. ഓ, എന്തൊരു ആശ്വാസം വെള്ളം കുടിച്ചപ്പോഴേക്കും. കൊള്ളാട്ടോ, പവർ സാധനം കേട്ടോ. എന്താണോ
സംഭവം കൊള്ളാം. ഞാനാണെങ്കിൽ ഒരു 1.25 ലിറ്റർ ഉണ്ടാക്കി അവിടെ പൂജാ റൂമിൽ കയറ്റി വെച്ചിട്ടുണ്ട്. മണ്ടയ്ക്ക് ഇരിപ്പുണ്ട്. ഗ്രേഗോസിന്റെ ഒരു കുപ്പി 1.25 ലിറ്ററിന് സാധനം. അത് ഏകദേശം ഒരു തുടക്കമൊക്കെ ഒരു 10-80% ആൽക്കോൾ കണ്ടന്റ് ഉണ്ടായിരുന്നു. നല്ല ആള് കത്തലായിരുന്നു. 80-90% കാണുമായിരിക്കും. ഞാനത് മൈൽഡാക്കി ഒരു എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു 60%-65% എന്താണെങ്കിലും കാണും കേട്ടോ. ഇപ്പോഴും ഇത് തിമിറ് സാധനം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു 1/2 ലിറ്റർ ഉണ്ടാക്കിയിട്ട് ആ 1/2 ലിറ്റർ മാറ്റി വെച്ച് ബാക്കി ഉണ്ടായിരുന്ന സാധനം എടുത്ത് ഒഴിച്ച് ഈ 1/2 ലിറ്റർ വാറ്റും കൂടെ ഒഴിച്ച് എന്ന് പറയണേ എന്നിട്ട് ഞാൻ വീണ്ടും മാറ്റുക. ഇത് തീറ് സാധനം. ഇതടിച്ച് കിളി പോവും. കിളി പോയിട്ടിരിക്കുക. ഇതടിച്ച കിളി പോവും. അമ്മാതിരി പമ്പരം സാധന. അയ്യോ ഒരു രക്ഷയില്ല. എനിക്ക് അതേട്ടാ ഒറ്റയ്ക്ക് വാറ്റുണ്ടാക്കുന്നത്. അതെന്തായാലും ചുമ്മാ തിമിർത്ത് കളഞ്ഞു. അടിപൊളി തന്നെയാ, ഒരു രക്ഷയില്ല. പക്ഷെ അടുത്ത പ്രാവശ്യം ഞാൻ ഇത്തവണ ഞാൻ പല ഫ്രൂട്ട്സും കയറ്റി പിടിച്ചു. അടുത്ത പ്രാവശ്യം ഞാൻ ഇനി മാറ്റം വരുത്താൻ പോണ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് സ്റ്റോപ്പ് ആഡിങ് ഓൾ ദീസ് ഫ്രൂട്ട്സ്. പകരത്തിന് ഇതിലൊരു പെർട്ടിക്കുലർ ഫ്ലേവർ ഇട്ടിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് ഇറങ്ങാം. ഇതിലൊരു ഫ്രൂട്ട്സ് അല്ല 2 ഫ്രൂട്ട്സ് എന്നുള്ള രീതിയിൽ ഇത് പല ഫ്രൂട്ട്സും കയറി വന്നിട്ട് എന്തിൻ്റെ ആ രുചി എന്നുള്ളത് ഒരു ഐഡിയയും കിട്ടാത്തൊരവസ്ഥയില്ല. പക്ഷെ എനിക്കവിടെ കയറി വരുന്നുണ്ട്. എനിക്കവിടെ പീച്ചിൻ്റെ രുചിയാണ് മുന്തി നിൽക്കണം. അത്ര എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണോ കൊള്ളാം, അതും കൊള്ളാം.